വിവാഹത്തിന് ശേഷവും ജോലി ചെയ്യാം എന്നുള്ള തീരുമാനം നന്നായി. ഈ ഭർത്താക്കന്മാരെ സഹായിക്കുന്ന ഭാര്യമാരെയാണല്ലോ നമുക്ക് ആവശ്യം. പക്ഷേ ഈ ആണുങ്ങളെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. 500 വരുമാനം, പക്ഷെ പറയുന്നതോ 5000. ഒടുവിൽ കുടുങ്ങുന്നതോ പെണ്ണുങ്ങൾ. അല്ല, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെണ്ണ് കെട്ടിയത്. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. അവളുടെ സാമർഥ്യം, എന്റെ ഭാര്യയുടെ ഉന്നത തലങ്ങളുള്ള അവളുടെ പിടിപാട്, യോ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? മാനേജിംഗ് ഡയറക്ടർ മുതൽ ചെയർമാൻ വരെ ദേ എന്റെ ബോളി പറഞ്ഞാലേ റെഡി മണി. ഇന്ന് ഞാൻ എവിടം വരെ ആയി? അല്ല, ഞാൻ എവിടം വരെ ആയി? റീജിയണൽ മാനേജർ വരെയായി. അതാണ് പെണ്ണുങ്ങളുടെ സാമർഥ്യം. യു ആർ എഡ്യൂക്കേറ്റഡ്, സിൻസിയർ, സ്മാർട്ട്. പടിയായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഇതൊക്കെ ധാരാളം മതി. പിന്നെന്താ, ഉയർച്ച ഒന്ന് വേഗത്തിലാവണം. അത് ഞാൻ ഏറ്റു. 800 to 1500 നല്ല ശമ്പളം. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യയായിരിക്കെ ഇനി മറ്റൊരുത്തന്റെ ഭാര്യയാവുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് ഞാൻ പറയില്ല. തക്കതായ പ്രയോജനം ഉണ്ടെങ്കിൽ ആവാമേ. പക്ഷെ ഒരു കാര്യം ആരും അറിയരുത്. ആരും അറിയില്ല. ഇനി വാച്ച്മാനെ വരെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക. ചാപ്പാടെടുക്കാൻ രാത്രി ഒരുമിച്ചാൻ ഭക്ഷണം. എനിക്കിതാ ഇഷ്ടപ്പെടാത്തത്. ഈ തട്ട് എന്നെ നശിപ്പിക്കരുത്. ഞാൻ ഒരാളുടെ ഭാര്യയാണ്. എല്ലാ സ്ത്രീകളും ഇത് തന്നെ പറയും. ഒന്ന് ഈ ഭാര്യ, അല്ലെങ്കിൽ എതിർക്കാനാണ് ഭാവമെങ്കിൽ ഈ പെണ്ണെ ആനിക്കൊച്ചേ നഷ്ടപ്പെടാൻ പോകുന്ന നിനക്കായിരിക്കും. സഹകരിച്ചു കഴിഞ്ഞാൽ ലാഭവും. ജോലിക്ക് പോയിരിക്കണം. അവളൊരു ഉദ്യോഗസ്ഥേ. ഈ 8 മണി വരെയുള്ള ഓഫീസ് ജോലി ഇവിടെ വേണ്ട. ആനി, ആനി എന്തു പറ്റി? ഞാൻ നല്ല വാർത്തയാ. വാ. തന്റെ കല്യാണത്തിന് ഒരു വാക്ക്. താനൊക്കെ എന്തോ ഓലത്തെ സ്നേഹിതനാണോ? അല്ല, താൻ ക്ഷണിച്ചില്ലേലും എനിക്ക് വേറെ വഴിക്ക് ക്ഷണം കിട്ടിയേ. അന്ന് എന്തോ പറ്റി? ഓ, എന്റെ മോളിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾ ഒരേ പിടിവാശി, പുറത്തേക്കെങ്ങും പോരുന്നു. അവള് പറഞ്ഞ കേൾക്കാതിരിക്കാക്കൂ. ഒന്നില്ലേലും ഈ സ്ഥാനത്തേക്ക് എത്തിച്ച അവളല്ലേ. പിന്നെ നമ്മുടെ ആനിക്കുട്ടിയുടെ കാര്യം ഞാൻ ചെയർമാനോട്ട് സംസാരിച്ചു. പ്രൊമോഷന്റെ കൂടെ 400 ഇൻക്രിമെന്റ് കൂടി. എന്താ മോശം? അപ്പോ പ്രമോഷനായി. എടോ, ട്യൂബർ ആൻഡ് ട്യൂബറിന്റെ ബെസ്റ്റ് സെല്ലിംഗ് സ്റ്റേറ്റിന്റെ റീജിയണൽ മാനേജർ ST ഡാനിയൽ പറഞ്ഞാൽ ഹെഡ് ഓഫീസ് കേൾക്കായിരിക്കൂ. കേട്ടു, പ്രൊമോഷനായി.
സാലറിയും കൂട്ടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ ജോണി കാണിക്കുന്നത്? കണ്ണാടി പോയ ഞാൻ ആകെ അപ്സെറ്റ് ആയിട്ടോ. മോളിക്കുട്ടി എനിക്ക് ബർത്ത്ഡേക്ക് വെച്ചൊന്ന് സൂട്ടാണ്, ചീത്തയാക്കരുത്. ജോണി ജോണി വേണ്ട വേണ്ടത് എന്താന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സഹിക്കുന്നത്. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി അല്ലേ? കൊല്ലണമെന്ന് കരുതിയതല്ല, ചെയ്യേണ്ടി വന്നു. സാഹചര്യത്തിന് അടിമയാവുന്നവൻ മനുഷ്യനില്ലെന്ന് പറഞ്ഞ ഹാനിയും സാഹചര്യത്തിന് അടിമയായി. സാരമില്ല, ശരീരവും മനസ്സും അറിയാതെ നടന്നല്ലേ, മറന്നേ പറ്റൂ.
ജീവിക്കാൻ അനുവദിക്കാത്ത ദൈവങ്ങൾ. നമ്മളൊന്നും നന്നായിട്ട് കാര്യമില്ല, ചുറ്റുപാടുകൾ നന്നാവാതെ. ആനി നിർത്തിവെച്ച എന്റെ ജീവിത രീതികൾ വീണ്ടും തുടങ്ങിയേ പറ്റൂ. ആ വഴികളിൽ ഇനി ആനയും കൂട്ടായിരിക്കണം. എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന ദൈവമേ? സമാധാനമായിട്ട് വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ഓഫീസിൽ പോകണ്ടേ? ആർക്കും സംശയത്തിന് ഇട കൊടുക്കരുത്.